തുടർച്ചയായ 4ാം തവണയും ഫൈനലിൽ എത്തിയ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തവണ WPL കിരീടം ഉയർത്തിയത്. WPL ഫൈനലിന്റെ ചരിത്രത്തിൽ നടത്തിയ റെക്കോർഡ് റൺ ചേസിലൂടെയാണ് RCB ഫൈനലിൽ കിരീടം സ്വന്തമാക്കിയത്. ഈ ഒരു ടൂർണമെന്റിൽ വ്യക്തിഗത നേട്ടങ്ങൾ സ്വന്തമാക്കിയത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത് RCBയുടെ ക്യാപ്റ്റൻ കൂടിയായ സ്മൃതി മന്ദാനയാണ്. 377 റൺസ്. WPL കിരീടവും ഓറഞ്ച് ക്യാപ്പും ഒരുമിച്ച് സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമെന്ന റെക്കോർഡും ഇതോടെ സ്മൃതിയെ തേടിയെത്തി. കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത് സോഫി ഡിവൈൻ ആണ്. 17 വിക്കറ്റുകളാണ് സോഫി സ്വന്തമാക്കിയത്. ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് മറ്റാരുമല്ല, സ്മൃതി മന്ദാന തന്നെയാണ് സ്വന്തമാക്കിയത്. 41 പന്തിൽ 87 റൺസാണ് സ്മൃതി അടിച്ചെടുത്തത്. പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡ് സ്വന്തമാക്കിയത് സോഫി ഡിവൈൻ ആണ്. 243 റൺസും 17 വിക്കറ്റുകളുമായി ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനമായിരുന്നു സോഫി ഡിവൈൻ നടത്തിയത്. എമർജിംഗ് പ്ലെയർ അവാർഡ് നേടിയത് ഡൽഹി ക്യാപിറ്റൽസിന്റെ നന്ദിനി ശർമ്മയാണ്. 17 വിക്കറ്റുകളാണ് നന്ദിനി ശർമ്മ നേടിയത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരം മുംബൈ ഇന്ത്യൻസിന്റെ ഹർമൻപ്രീത് കൗർ ആണ്, 13 എണ്ണം. ടൂർണമെന്റിലെ സൂപ്പർ സ്ട്രൈക്കർക്കുള്ള അവാർഡ് നേടിയത് RCBയുടെ ഗ്രേസ് ഹാരിസ് ആണ്. 178.19 ആണ് ഹാരിസിന്റെ സ്ട്രൈക്ക് റേറ്റ്. ടൂർണമെന്റിലെ ഗ്രീൻ ഡോട്ട് ബോൾ അവാർഡ് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞ താരത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയത് RCBയുടെ ലോറൻ ബെല്ലാണ്. 77 ഡോട്ട് ബോളുകളാണ് ബെൽ എറിഞ്ഞത്. ടൂർണമെന്റിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറിനുള്ള അവാർഡ് സ്വന്തമാക്കിയതും സോഫി ഡിവൈൻ തന്നെയാണ്. ബെസ്റ്റ് ക്യാച്ചിനുള്ള അവാർഡ് സ്വന്തമാക്കിയത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ലൂസി ഹാമിൽട്ടൺ ആണ്. ബെസ്റ്റ് എക്കണോമിയിൽ ബോൾ എറിഞ്ഞത് ലോറൻ ബെല്ലാണ്. 5.53 ആയിരുന്നു ലോറൻ ബെല്ലിന്റെ എക്കണോമി. ഫെയർ പ്ലേ അവാർഡ് സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. ഇതാണ് ഈ ടൂർണമെന്റിലെ വ്യക്തിഗത അവാർഡുകൾ നേടിയ താരങ്ങൾ.